അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ഉം 25-ഉം തിരുവചനങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഈ പറഞ്ഞതിൽ ആർക്കാണ് എളുപ്പം? ഭാര്യമാരോട് പൗലോസ്ലീഹ പറയുകയാണ് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാൻ. ഭർത്താക്കന്മാരോട് ശ്ലീഹ പറയുകയാണ് മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിനെന്ന്. ഇക്കാര്യത്തിൽ ആർക്കാണ് എളുപ്പം? തീർച്ചയായും എളുപ്പം ഭാര്യമാർക്ക് തന്നെയാണ്. കാരണം അവർ സഭ മിശിഹായിക്ക് വിധേയപ്പെട്ടിരുന്നത് പോലെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരുന്നാൽ മതി. പക്ഷേ ഭർത്താക്കന്മാരെന്താ ചെയ്യേണ്ടത്? മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെയാണ് മിശിഹ സഭയെ സ്നേഹിച്ചത്? തൻ്റെ ജീവൻ നൽകിക്കൊണ്ട്, തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നൽകിക്കൊണ്ട്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. മിശിഹ സഭയെ തൻ്റെ ജീവൻ നൽകിക്കൊണ്ട്, അവസാനത്തുള്ളി രക്തം നൽകിക്കൊണ്ട് സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിച്ചാൽ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാൻ ഭാര്യമാർക്ക് വിമുഖതയുണ്ടാകുമോ? അത് എളുപ്പമായിരിക്കില്ലേ? സ്വാഭാവികമായും അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വികാരമായിരിക്കില്ലേ അത്? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഭാര്യാഭർത്തൃ ബന്ധത്തെ കൂട്ടിച്ചേർത്തത് അവിടുന്നാണല്ലോ. അവിടുന്ന് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കാൻ, സഭ അവിടത്തേക്ക് വിധേയപ്പെട്ടിരുന്നതുപോലെ അവർ പരസ്പരം വിധേയപ്പെട്ടിരിക്കാൻ കർത്താവെ കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖാമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.